ഈ വീഡിയോയിൽ ആസ്ട്രോയിഡ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസിനെ കുറിച്ച് നോക്കാം. മെയിനായിട്ട് സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിനെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് എർത്തിനെ വേറെ മറ്റുള്ള ഇമ്പാക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസാണ് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒരു ബോക്സിൽ പഠിക്കാം, സോ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. ഓസിറിസ് റെക്സ് എന്ന് പറയുന്ന ഒരു മിഷൻ നാസയുടെ ആണ്. ടാർഗറ്റ് ബോഡി എന്ന് പറയുന്നത് ബെനു, ഇതൊരു ആസ്ട്രോയിഡ് ആണ്. അതിൽ ഈ പറയുന്ന ആസ്ട്രോയിഡിനെ മാപ്പ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സാമ്പിൾസിനെ എർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവമാണ്. അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ആക്റ്റീവ് ആണ്. രണ്ടാമത്തത് ഓസിറിസ് എപ്പെക്സ് ആണ്. ഓസിറിസ് എപ്പെക്സ് എന്ന് പറയുന്ന സാധനം ഇസ് ആക്ച്വലി അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടാർഗറ്റ് ബോഡി എന്ന് പറയുന്ന അപ്പോഫസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡ് ആണ്. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് സ്പേസ് ക്രാഫ്റ്റിനെ നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. ഓസിറിസ് എപ്പെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നൗ ട്രാവലിംഗ് ടു സ്റ്റഡി ദ അപ്പോഫസ്. അതിൻ്റെ ക്ലോസ് വേ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2029 ആ സമയത്ത് ഇറ്റ് വിൽ ബ്ലാസ്റ്റ് ആസ്ട്രോയിഡ് സർഫസ് വിത്ത് ഇറ്റ്സ് ട്രസ്റ്റ് ടു റിവീൽ ദ സബ് സർഫസ് മെറ്റീരിയൽ. അപ്പോൾ അവിടെ പോയിട്ട് അത് പൊട്ടിത്തെറിച്ചിട്ട് എന്നിട്ട് ആ ത്രസ്റ്ററിൽ നിന്ന് അവിടെ പോവും, അതിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഒരു സംഭവം എടുക്കും എന്നുള്ളൊരു പരിപാടിയാണ്. ആൻഡ് ഇറ്റ് റിട്ടേൺ ദ ലാർജസ്റ്റ് ആസ്ട്രോയിഡ് സാമ്പിൾ എവർ. പണ്ട് 2023 ഈ ഒരു സംഭവം നടത്തി. ആൻഡ് അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. അടുത്തത് ഡാർട്ടാണ്. ഡാർട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നാസയുടെ USA ഡാർട്ട് എന്ന് യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. ഇറ്റ് വാസ് ദെയർ ഇൻ ദ ന്യൂസ് എക്സെട്ര. സോ ഇത് ഡിമോഫോസ് ആണ്. ഡിമോഫോസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിൻ്റെ മെയിനായിട്ട് അതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈനറ്റിക് ആയിട്ടുള്ള ഇമ്പാക്ടർ ടെക്നിക്ക് അവിടെ പോയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് 2022 നമ്മൾ ആ ഗോൾ കംപ്ലീറ്റ് ചെയ്തു. ആ പരിപാടി എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി അവിടെ പോവുക, എന്നിട്ട് ആ സ്പേസ് ക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുക, എന്നിട്ട് ആസ്ട്രോയിഡിലേക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തുക, അതിൻ്റെ സ്പീഡിലും അതുപോലെ തന്നെ അതിൻ്റെ ഓർബിറ്റിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക, എന്നിട്ട് ആ ഡിഫ്ലക്റ്റിംഗ് എങ്ങനെയാണ്. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു ആസ്ട്രോയിഡ് വരികയാണ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ഒരു ഇമ്പാക്റ്റ് ഓൺ എർത്ത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പോയിട്ട് അതിനെ തകർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇതെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഓർബിറ്റിൽ 32 മിനിറ്റിൻ്റെ ഒരു പരിപാടിയായിരുന്നു നമ്മൾ ആലോചിച്ചത്. പക്ഷേ വാട്ട് വി ഡിഡ് വാസ് ലൈക്ക് വി എക്സീഡഡ് 73 സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയിട്ട് 32 മിനിറ്റ് അതിൻ്റെ ഓർബിറ്റ് മൊത്തത്തിൽ തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഫസ്റ്റ് എവർ മിഷനാണ്. എന്ത് ചെയ്തു, നമ്മൾ ഒരു സെലസ്റ്റിയൽ ബോഡിനെ ഡിഫ്ലക്ട് ചെയ്തു, അതിൻ്റെ നോർമൽ ആയിട്ടുള്ള കോഴ്സിനെ തന്നെ മനുഷ്യർ എന്ത് ചെയ്തു, തിരിച്ചു വിട്ടു. സോ ഇറ്റ് വാസ് സക്സസ്ഫുൾ. പ്രൂവ് ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കില്ലർ ആസ്ട്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാം, ഡിഫ്ലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വിടാമെന്നുള്ളൊരു എബിലിറ്റിയാണ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഹേര എന്ന് പറയുന്നതാണ്, അത് യൂറോപ്പിൻ്റെ ആണ്. ഡിമോഫേഴ്സ് എന്ന് പറയുന്ന ജസ്റ്റ് ഡാർട്ടിനെ പോലെ തന്നെയാണ് അവിടെ പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു എക്സാക്ട് സൈസ് ഓഫ് ദ ക്രൈറ്ററും മാസ് ഓഫ് ദ ആസ്ട്രോയിഡൊക്കെ കൺഫേം ചെയ്യുക, എന്നിട്ട് എത്രത്തോളം നമുക്ക് ആ ഒരു പ്ലാനറ്ററി ഡിഫൻസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അവിടെ പോയി എത്ര ഹിറ്റ് അടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ്. അത് ലോഞ്ച് ചെയ്തത് 2024 ഡാർട്ടിനെ പോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനറ്ററി ഡിഫൻസിന് വേണ്ടി ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു അത്. പിന്നെ സൈക്ക് എന്ന് പറയുന്നുണ്ട്, അത് നാസയുടെ തന്നെയാണ്. 16 ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള 16 എണ്ണമാണ് ഈ 16 സൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് ബിലീവ്ഡ് ഇറ്റ് ഈസ് എ എക്സ്പോസ്ഡ് കോർ ഓഫ് എ ഡെഡ് പ്ലാനറ്റ്. ഓക്കെ, പ്രോട്ടോ പ്ലാനറ്റ് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്രോട്ടോ പ്ലാനറ്റിൻ്റെ ഒരു കോറിൽ ഉള്ള ഒരു സാധനമാണെന്നാണ്. ഹൂസ് ഔട്ടർ ക്രസ്റ്റ് വാസ് ബ്ലാസ്റ്റഡ് അവേ എന്നാണ് നമ്മളൊരു ഐഡിയ. അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ? അപ്പം ലുക്കിംഗ് അറ്റ് ദ എർത്ത്സ് കോർ വിത്തൗട്ട് ഡ്രില്ലിങ് നമ്മൾ എങ്ങനെ ചെയ്യുക, അതേപോലെ ഒരു പരിപാടി ഇവിടെ ചെയ്യാനുള്ളൊരു ഒരു ഐഡിയ ആണ് ഈ പറയുന്ന നാസയുടെ. അതായത് നമ്മൾ നമ്മുടെ കോറിലേക്ക് നോക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കോറിൽ എത്താൻ പറ്റൂല, പക്ഷെ അവിടെ പോയിട്ട് ആസ്ട്രോയിഡും ഇതുപോലെ തന്നെ ഒരു കോർ ഓഫ് എ ഡെഡ് പ്ലാനറ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന 16 ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഈ 16 ആസ്ട്രോയിഡ്സും അങ്ങനെയാണ് എന്നാണ്. അതിൻ്റെ പേര് സൈക്ക് എന്നാണ്, 16 സൈക്ക്. അപ്പം ഇത് മനസ്സിലാവണോ പറയുന്നത്? അതായത് ഏതോ ഒരു പണ്ടുണ്ടായിരുന്ന പ്രോട്ടോ പ്ലാനറ്റിൻ്റെ, പണ്ടെപ്പോഴോ ഉണ്ടായിരുന്ന, പ്രോട്ടോ പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഏതോ ഒരു പ്ലാനറ്റിൻ്റെ ഒരു കോറാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ എർത്തിന് നമുക്ക് തുറന്നിട്ട് കോറിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത്ര ചൂടല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് അതേ ഒരു സിമിലർ പാറ്റേണിലുള്ള ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ പോവുക, ആ ഒരു ആസ്ട്രോയിഡ്സിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോറിൽ എക്സ്പ്ലോറേഷൻസ് നടത്തുക എന്നുള്ളത്. അപ്പോൾ 2023 നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മിഷനാണ് 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലൂസി എന്ന് പറയുന്ന നാസയുടെ ഉണ്ട്. ഇതും ആക്ച്വലി ക്വൈറ്റ് ഫേമസ് ആ. ട്രോജൻ ആസ്ട്രോയിഡാണ്, ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിലുള്ള ട്രോജൻ ആസ്ട്രോയിഡിനെ പഠിക്കുക എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക, ട്രോജൻ ആസ്ട്രോയിഡിനെ എക്സ്പ്ലോർ ചെയ്യുക, ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റ് ഷെയർ ചെയ്യുന്ന വരുന്ന ആസ്ട്രോയിഡ്. ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ
ഫോസിൽസ് ഫ്രം ദ ഏർലി സിസ്റ്റംസ് ഫോസിൽ ഫ്യൂൽസ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് 8 ഡിഫറെൻറ്റ് ആസ്ട്രോയിഡ്സ് ഉണ്ട്. 12 വർഷം ഓർ 12 ഇയേഴ്സ് അത് സ്റ്റഡി ചെയ്യുക, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയലും വാട്ടറൈസ് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാം. സോ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഈ പറയുന്ന ലൂസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ആക്റ്റീവ്. 2021 നമ്മൾ ലോഞ്ച് ചെയ്തു. ട്രോജൻസിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മിഷനാണ് ഈ പറയുന്ന ലൂസി എന്ന് പറയുന്നത്. ഇനി ഹയാബുസ 2 എന്ന് പറയുന്ന ജപ്പാൻ്റെ ഒരു ആസ്ട്രോയിഡ് മിഷൻ ഉണ്ട്. അതിൽ ഒറിജിൻ ഓഫ് ലൈഫ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സാമ്പിൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വരിക. കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു ആസ്ട്രോയിഡ് ആണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് ഉള്ളൊരു റോവറിൻ്റെ പേര് മിനർവ 2 എന്നും അത് ലാൻഡറിൻ്റെ പേര് മാസ്കറ്റ് എന്നാണ്. അത് സർഫസിൽ ലോഞ്ച് ചെയ്യുക. 2020 നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. സാമ്പിൾസ് എല്ലാം റിട്ടേൺ ചെയ്തു. നമുക്ക് മനസ്സിലായതായിട്ട് അവിടെ വാട്ടറും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തു. ഇനി തൈവാൻ 2 എന്ന് പറയുന്നത് ചൈനയുടെ ഒരു എന്താ പറയുക മിഷനാണ്. അതിൽ സാമ്പിൾ റിട്ടേൺ ചെയ്യുക, കോമറ്റ് വിസിറ്റ് നടത്തുക എന്നുള്ളതാണ്. ആദ്യം കളക്ട് സാമ്പിൾസ് ഫ്രോം ഈ പറയുന്ന ഏറ്റവും എർത്തിന് നിയർ ആയിട്ടുള്ളൊരു നിയർ എർത്ത് ആയിട്ടുള്ള ഒരു ആസ്ട്രോയിഡാണ്. അതുപോലെ തന്നെ 311P എന്ന് പറയുന്നൊരു കോമറ്റ് ഉണ്ട്. ഇവിടെ രണ്ടവിടെയും പോവുക എന്നുള്ളൊരു പരിപാടിയാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അത് 2025 ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. സോ ദ തിങ് ഈസ് ഇൻ ഓർഡർ ടു ജസ്റ്റ് സ്റ്റഡി ദ കണക്ഷൻ ബിറ്റ്വീൻ ആസ്ട്രോയിഡ്സും അതുപോലെ തന്നെ കോമറ്റും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തൈവാൻ 2 എന്ന് പറയുന്ന മിഷൻ. ഓൾറൈറ്റ്.